നമസ്കാരം. ഞങ്ങൾ ഇത്രയും പേരുണ്ട്. ഹായ് 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 കിച്ചു തുങ്കോ. ഞങ്ങൾ ഇന്ന് കുറെ കാലത്തിന് ശേഷമായിട്ട് ഞങ്ങളൊന്നൊരു ലോങ് ഡ്രൈവിന് പോവാണ്. ഇവിടെ എന്താന്നൊക്കെ പതിയെ പറഞ്ഞുതരാം. അതിനുള്ള കാരണവും ഞാൻ പറയാം, എന്തുകൊണ്ടാണ് പറയാത്തത് എന്ന്. അപ്പോ ആ പോകുന്ന വഴിയാണ് ഇപ്പൊ. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പൊ എല്ലാം ഇങ്ങനെ കരിഞ്ഞിരിക്കുന്ന കാരണമാണ് അത്ര വലിയ രസമില്ലാത്തത്. ഇതുണ്ടോ? കണ്ടോ, വലിയ ട്രെയിനാണ്. ഇവിടുത്തെ ട്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ അറ്റം കാണില്ല. കാണാറായി കൊറേ നേരമായി. ഇപ്പൊ ഇതിന്റെ അറ്റം തീരാറായി. സ്കൈയൊക്കെ എന്ത് ഭംഗിയാ നോക്കിക്കേ. ഞങ്ങള് പോകുന്ന വഴിയാണ്. ഇനി ഇവിടെ തിരിച്ചു തുടങ്ങി. ഗേറ്റ് ഇല്ല ഇവിടെ. റെഡ് സിഗ്നൽ കണ്ടിട്ട് നിർത്തുന്നതാണ്. അഥവാ കണ്ടില്ലെങ്കിൽ നമ്മൾ പെട്ടു. അതെ, അവിടെ കണ്ടില്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കോ മറ്റായി പോയാൽ തീർന്നു. അതെന്താ ഗേറ്റ് ഇല്ലാത്തല്ലേ? അങ്ങനെ ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടത്തേക്കുള്ള ഇവർക്കൊരു സർപ്രൈസ് കൊടുക്കാനാണ്. ഞാൻ ഇപ്പൊ എവിടെയാന്ന് പറയാത്തത്. കാണിച്ചു തരാം എവിടത്തേക്കാ പോകുന്നതെന്ന്. ബ്യൂട്ടിഫുൾ അല്ലേ സ്ഥലം? ഓ നൈസ്. ശരിക്കും ആ സാധനങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം. അതെ, എന്താണത്? ഇവിടെ എന്താ കാണുക? എന്താ ഡ്രംഹെല്ലറിൽ ഉണ്ടാവുക? ഡ്രംഹെല്ലറിൽ എന്താ ഉണ്ടാവുക? ഡൈനോസോർ. അപ്പൊ ഞങ്ങൾ ഡ്രംഹെല്ലറിലേക്ക് വരാനാണ് വന്നത്. ഇവിടെ നമ്മൾ ശരിക്കുള്ള ഡൈനോസോഴ്സ് ഉണ്ടായിരുന്ന സ്ഥലമാണ് പോലും. അപ്പൊ അതിന്റെ മ്യൂസിയം ആണ്. ഫോസിൽസ് ഉണ്ടാവും. അപ്പൊ ഡൈനോസോഴ്സിന്റെ ഫാൻസ് ആണ് ഈ രണ്ടു പേരും. അപ്പൊ അവർക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. നല്ല കാര്യമല്ലേ? അതെ. അപ്പൊ നമുക്ക് ഡൈനോസോഴ്സിന്റെ ഫോസിൽസും അങ്ങനെയൊക്കെ കാണാം. കണ്ടാ നിങ്ങളുടെ ഡ്രസ് എന്തായിട്ടിരിക്കണ്? മമ്മ ഡ്രസ് ഇടാൻ പറഞ്ഞത്. നൈസ് അല്ലേ? ഓൾറെഡി അവർക്ക് ഡൈനോസോഴ്സ് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങളോട് ചോദിക്കും. ക്വിസ് ഏതാ ഗൗരി വന്നു കഴിഞ്ഞാൽ ഗൗരിയോട് കുറെ കാര്യങ്ങൾ ചോദിച്ച് കൊല്ലാറുണ്ട്. അപ്പൊ അവർക്ക് കാണുമ്പോ എക്സൈറ്റഡ് ആയിക്കോട്ടെ. ഓ, ഇതൊക്കെ നമുക്ക് പതുക്കെ വന്ന് കാണാം. ഓ, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് തുമ്പൂന് വേണ്ടി പിങ്ക് ഡൈനോസർ. അതെ, 66 മില്യൺ ഇയേഴ്സ് മുമ്പ് ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോ ഇവിടെയൊക്കെ ശരിക്കും ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു. അതിന്റെ ഫോസിൽസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഡൈനോസർ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കാണാം. ഇവിടെയൊക്കെ ആയിരുന്നു പണ്ട് ഡൈനോസർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പൊ ഞങ്ങൾ ഇവിടെ മ്യൂസിയത്തിന്റെ അവിടെ എത്തി. റോയൽ ടൈറൽ മ്യൂസിയം. ടിറലാണോ ടൈറലാണോ എന്തോ ഒരു മ്യൂസിയം, എന്തായാലും മ്യൂസിയം ആണ്. And this is the entrance, 10 a.m. to 5 p.m. and it's 12 o'clock now. സത്യം 12 o'clock ആയി. നമുക്ക് നേരത്തെ വരണമായിരുന്നു. അപ്പൊ നമ്മള് മ്യൂസിയത്തിൽ എത്തിയിരിക്കുന്നു. ഇതാണ് മ്യൂസിയം. നേരെ പോവാൻ പറ്റുമോ? നേരെ പോവാനുണ്ടോ? മ്യൂസിയം ഇത് 2 way ആണോ 1 way ആണോ? സുന്ദരനായിട്ടുണ്ട് രണ്ടാളും. Is this not public? It should be. Park somewhere here. ഫോട്ടോ എടുക്കണോ? ബാ, അവന്റെ മേലെ ഒന്നും കയറരുത്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിന്റെ എൻട്രൻസിലാണ്. കുട്ടികൾ രണ്ടും എക്സൈറ്റ്മെന്റ് കാരണം അങ്ങ് പോയിട്ടുണ്ട്, ഓടിപ്പോയി. അപ്പൊ ഞങ്ങൾ എൻട്രൻസിലേക്ക് കയറുന്നു. ഞങ്ങളങ്ങനെ എൻട്രൻസിലേക്ക് കയറി. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എസ്പെഷ്യലി കുട്ടികളും ഞാനും. ഇതൊക്കെ കണ്ടിട്ട് വാവ്, അതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവാൻ പോണേന്നുള്ളൊരു ആകാംക്ഷ എൻ്റെ മൈൻഡിൽ ഫുള്ളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിവിടെ ഡൈനോസോഴ്സിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഫുൾ ഡൈനോസോഴ്സ് ആണ്. നൈസ്. ഇതൊക്കെ ശരിക്കുള്ള ഡൈനോസേഴ്സിൻ്റെ ഭാഗങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല, അവർ വെറുതെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഈ ഡൈനോസേഴ്സൊക്കെ. പിന്നെ ഇത് അതിൻ്റെ പല്ലാണ്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് പല്ലാന്നൊക്കെ. പക്ഷേ ഇത് കണ്ടോ, ഇതൊക്കെ സയൻറ്റിഫിക് നെയിംസാണ് എഴുതി വെച്ചിരിക്കുന്നത്. മനുഷ്യന്മാർക്ക് മനസ്സിലാവുകയില്ല. അപ്പം നമ്മളൊന്ന് ഊഹിക്കണം, ഇതിൻ്റെ കാലോ അതിൻ്റെ എല്ലോ, ഇതെന്തിനാണ് ഈ കല്ല്, അതിന് മേലെ എന്തോ ഫോസിലുണ്ട്, ഇതെന്താണെന്ന് മനസ്സിലായില്ല. എല്ലാം സയൻറ്റിഫിക് നെയിംസിലാണ്. ശരിക്കുള്ള നെയിംസ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വായിച്ചിട്ടത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. 71 മില്യൺ ഇയേഴ്സിലുള്ള സാധനങ്ങളാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്നല്ലാതെ ക്ലിയർ ആയിട്ട് അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇത് ട്രൈസെറാടോപ്സിൻ്റെ ശരിക്കുള്ളതാണെന്ന് തോന്നുന്നു. ഇതിനെ പറ്റിയിട്ടൊന്നും എഴുതിയിട്ടില്ല. അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവർ ശരിക്കും കണ്ടുപിടിച്ചതാണ്. 2014 ഫ്ലഡിൻ്റെ സമയത്ത് അവർ കണ്ടുപിടിച്ചതാണ് ട്രൈസെറാടോപ്സിൻ്റെ ഫോസിൽ. നോക്ക്, ഇത് ശരിക്കും അതിൻ്റെ ബ്ലാക്ക് കളർ, അത് പറയുന്നത് എന്താ ഡിസ്കളറേഷൻ ആയത് മാംഗനീസിൻ്റെ എലമെൻറ്റ്, അതിൻ്റെ കാരണം ഇതങ്ങനെ ആയതാണ് എന്നാണ് അതിൻ്റെ കളർ. അല്ലെങ്കിൽ ബ്ലാക്ക് കളർ തന്നെയായിരുന്നു. ഞാൻ ഈ ട്രൈസെറാടോപ്സിനെ കണ്ടിട്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി. നമ്മൾ ശരിക്കും ഈ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ട്, ജുറാസിക് പാർക്കിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണുക, ഡൈനോസേഴ്സിൻ്റെയൊക്കെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു എനിക്ക്. ഇതൊക്കെ അതിൻ്റെ എല്ലുകളും അതും ഒറിജിനലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ അവിടെ നിന്ന് ഒറിജിനൽ കാണുന്നു, ഡൈനോസേഴ്സിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇതെവിടെയാണ്? Look at that. It's a real fossil of a dino. We will go and read the details now. സ്പെസിഫിക് മണ്ണിൻ്റെ അടിയിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുള്ളതാണ് റിസർച്ച് ചെയ്യാൻ. ഇവിടെ ഉണ്ട് ബ്ലാക്ക് ബ്യൂട്ടി. ഇറ്റ്സ് ഓൾദോ ടീറെക്സ് ആണ്, ടീറെക്സിൻ്റെ ആണ്. ഇറ്റ് ഓൺലി എക്സിസ്റ്റഡ് ഫോർ അബൌട്ട് 1 മില്യൺ ഇയേഴ്സ്. 1 മില്യൺ ഇയേഴ്സ് ജീവനോടെ ഉണ്ടായിരുന്നല്ലോ ടീറെക്സ്. ഇത് ടീറെക്സിൻ്റെ ആണ് ഫോസിൽ.
During this time, Alberta's climate was warmer and drier than it had been previously, perhaps allowing T-Rex and these other large dinosaurs to replace earlier forms such as Albertosaurus, Daspia. ആൽബർട്ടോസോറസ് എന്ന് പറഞ്ഞത് ടീറെക്സ് കഴിഞ്ഞ് വന്നതാണ്. തണുപ്പ് കൂടിയപ്പോൾ ടീറെക്സിനെ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. Skull is too heavy. The original T-Rex skull is too heavy to mount in this pose and needs to be accessible to researchers. This rare specimen of T-Rex is known as black beauty around the world due to the color of its bones, which were darkened by the element manganese in water. ഇതാണ് ബ്ലാക്ക് ആയിരിക്കുന്നത്. മാംഗനീസിന്റെ എഫക്റ്റ് ആണ് ഈ ബോൺസ് ബ്ലാക്ക് ആയത്. അതിനെയായിരുന്നു നേരത്തെ ട്രൈസെറാടോപ്സ് നേരെ തിരിച്ചാണ് മനസ്സിലാക്കിയത്. ബ്ലാക്ക് ഉണ്ടായിരുന്നത് മാംഗനീസിന്റെ എലമെന്റ് കാരണം ഇത് കുറച്ച് ഡിസ്കളറേഷൻ ആയി എന്നാണ് ഞാൻ നേരത്തെ വിചാരിച്ചത്. പക്ഷെ അല്ല, മാംഗനീസ് കാരണം ബ്ലാക്ക് ആയതാണ്. ഗുഡ് ജോബ്. ബട്ട് റിയൽ ഇതാണ്, അതാണ് ടീറെക്സ് എന്ന് പറയുന്നത്. ഹെഡ് അതെല്ലാം തോന്നുന്നു, അതല്ല അവർ എഴുതിയിരിക്കുന്നത്. Original T-Rex skull is too heavy to mount in this pose. Oh. Needs to be accessible to researchers. അപ്പോൾ സ്കള്ള് മാത്രം മാറ്റി ഭയങ്കര ഹെവി ആയ കാരണം ഇങ്ങനെ വെക്കാൻ പറ്റാത്ത കാരണം ബാക്കി ബോഡി ഫുൾ റിയലും സ്കള്ള് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ശരിക്കും ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിച്ചേനെ? ഇല്ല, ചിലപ്പോൾ വളർത്താൻ പറ്റുമായിരിക്കും. പിന്നെ ഇവിടെ പ്രിപ്പറേഷൻ ലാബാണ്. ഫോസിൽസ് വെച്ചിട്ട് അവർ ഓരോന്ന് കണ്ടുപിടിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. ഓ നൈസ്. വാവ്. ലാബാണ്, ലാബറട്ടറി. ഇതിൻ്റെ ഉള്ളിലാണ് ഫോസിൽസ് കണ്ടുപിടിക്കുന്നത്. കുറേ റോക്സ് കൊടുത്തിട്ട് ആ റോക്സ് പൊളിച്ച് നോക്കുകയാണ്. കണ്ടോ, ഇങ്ങനെയാണ് അവർ ലാബിൽ ഒരു ബാക്ക് ബോണിന്റെ വെർട്ടിബ്ര ആണ്. ജുവനൈൽ ചെറിയ കുട്ടിയുടെ ഹൈഡ്രോസോർ ടോ ബോൺ വിത്ത് ബൈറ്റ് മാർക്ക്. ഓ എവിടെ ബൈറ്റ് മാർക്ക്? ഓ ഇതാണ്. ആക്ച്വലി എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സാധനമല്ലേ. സീരിയസ്ലി ഇതൊക്കെ അവർക്ക് ഒറിജിനലായിട്ട് കിട്ടിയതാണ്. ബാക്കിയൊക്കെ അവർ ആ ഷേപ്പിൽ മെറ്റലിനെ കൊണ്ട് ഉണ്ടാക്കി. ഇറ്റ്സ് റിയലി നൈസ്. ശരിക്കുള്ളതാണെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. മൂസാസോറസിൻ്റെ സ്കള്ളാണ്. കണ്ടോ, ഇതാണ് മൂസാസോറസ്. അത് നോക്ക്. വാവ് വാവ്. ഇത്രയും ബിഗാണ്. കണ്ടോ, കുട്ടികൾ എക്സൈറ്റഡ് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അവർക്ക് ഇത് ഫുള്ള് കംപ്ലീറ്റ്ലി മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഞാൻ കുറേ അധികം എക്സൈറ്റഡ് ആണ്. കാരണം പണ്ട് പഠിക്കുന്ന സമയത്ത് എനിക്ക് അപ്പം ഈ നാഷണൽ ജോഗ്രഫിക് ചാനലിലൊക്കെ ഇവരിങ്ങനെ ഇതേപോലെ ഫോസിൽസ് നോക്കുക. അപ്പം ആർക്കിയോളജിസ്റ്റ് ആവാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും എങ്ങനെയാണ് അതാവണ്ടേ, ആകെ നമുക്കൊരു ഡോക്ടർ ആവുക, എൻജിനീയർ ആവുക, ഇല്ലെങ്കിൽ ഡിഗ്രി എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി എന്തായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ സമയത്തായിരുന്നെങ്കിൽ എനിക്കൊരു ചാൻസ് കിട്ടിയ പഠിച്ചിട്ട് ജോലിയിൽ കയറിയേനെ. നൈസ്. ഇലക്ട്രിക് ഷവൽ വെച്ചിട്ട് അവിടെ പെട്രോളിയം ഇതല്ലേ ഇതിന്റെ പേരെന്താണ്? അതാണോ ഇത്? ഫുള്ള് ഓയിൽ കോൾ മൈൻസിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ്. ആ, ഏട്ടൻ ജോലി ചെയ്യുന്നത് ഓയിൽ സൈറ്റിലാണ്. അപ്പോൾ ഫോർട്ട് മാക് എന്നാണ് ഏട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെ നിന്ന് കിട്ടിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഡൈനോസേഴ്സ് ഒക്കെ ജീവിച്ച സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിക്കോൾ 10 മീറ്റർ ഉള്ള ഒരു ഇതൊന്ന് കിട്ടിയിട്ടുള്ളതാണ്. Actually, dinosaurs, do you know that? Yeah. Yes. They are. ഇത് ശരിക്കുള്ള മാമത്തിൻ്റെ സ്കെൽട്ടൺ ആണ്.
കണ്ടോ എന്താ ഇത്? അയ്യോ വാവ്. തുങ്കു തുങ്കു എന്താ ഇത്? ആ മാമത്ത്, നിന്റെ മാമത്താണത്. ഇതാണ് ജേർണിന്നോ? ഇത് നമുക്കിപ്പോ ഇതാണ് ജേർണി. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങും. ലൈഫ് ബിഗിൻസ് 3.9 മില്യൺ ഇയേഴ്സ്. പിന്നെ ഇത് ഇങ്ങനെ പോയി ഇങ്ങനെ പ്രസന്റ് ഡേ. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ 3.9 മില്യൺസ് എഗോ സ്ഥലത്ത് പോവാൻ പോവാണ്. ഓക്കെ, പ്രീകാംബ്രിയൻ, ഹെഡിയൻ, ആർക്കിയൻ, പ്രൊട്ടസോണിക്. ഇതൊന്നും ഒറിജിനൽ അല്ല, വെറുതെ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഡൈനോസേഴ്സിന്റെ ഓട്ട മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാരും കൂടിയിട്ട്. താഴത്തേക്ക് വന്നപ്പം ഇങ്ങനെയൊക്കെ സാധനങ്ങൾ. വേറെ ഏതോ എത്തി. എവിടെയാണ് എത്തിയത് നമ്മൾ? ഇവിടെ 359 മില്യൺസ്. ഇതെന്താടാ മരോ? ഓ ഇതെന്താ സാധനം? ഇതെന്താ? ഡൈമെട്രോഡൻ ആണോ? അല്ലടാ, ഡൈമെട്രോഡൻ, മെസനോസോറസ് ഒക്കെയാണ് ഇതൊക്കെ ശരിക്കും. ഓ വാവ്. ക്രിസ് അതിന്റെ മേലെ കയറില്ലേ? വാവ്, ബട്ട് നൈസ്. കണ്ടോ, ഇതൊക്കെ ഫോസിൽസ് ആണ്. ക്രിസ് Hey! Hello! ഇതാണ് ആ സാധനം. എന്താ അതിൻ്റെ പേര്? കണ്ടോ, ഇതൊക്കെ ഫോസിലാണ്. ഇതിൻ്റെ ട്രയാസിക് ജൈൻറ്റ്. ഇത് വെള്ളത്തിൻ്റെ അടിയിൽ കാണുന്ന സാധനമാണെന്ന് തോന്നുന്നു. ബോഡി പ്ലാൻ. ഓ മൈ ഗോഡ്, നോക്ക് എന്ത് ഹ്യൂജാണ്. സൂപ്പർ. ഇത് മെറൈൻ ആയത് കാരണമാണ് അങ്ങനെ. ട്രയാസിക് ജയന്റ്. ബ്യൂട്ടിഫുൾ അല്ലേ? ഓ ഇറ്റ്സ് സോ ബിഗ്. ഓ മൈ ഗോഡ്. ഇതൊക്കെ ജുറാസിക് പീരീഡിൽ ഉണ്ടായിരുന്ന ഡൈനോസേഴ്സ് ആണ് ഈ കാണുന്ന ഫുൾ. അതിൻ്റെയൊക്കെ ഒറിജിനൽ ഫോസിൽസ് ആണ്. സി, ഓ നോക്ക്. കണ്ടോ എത്ര ബിഗാണ്. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ, അവർക്ക് കിട്ടിയതൊക്കെ. ഇത് ക്യാമറാസോറസ്. ഓ ഇത് ജുറാസിക് പീരീഡിലുണ്ടായിരുന്ന ഡൈനോസേഴ്സാണ്. ഇത് കണ്ടോ, ഇത് അതേപോലെ കൊല്ലുന്ന പോലെ തന്നെ. വേറെ ഡിഫറെൻറ്റ് വേൾഡിലെത്തിയ പോലെ, ശരിക്കും ഒരു ജുറാസിക് വേൾഡിലെത്തിയ പോലെ. സി, ഇതേതാ? ഇത് ഗ്രിപ്പോസോറസ്. ഓ huge. ഇതേതാ? The Gorgosaurus.
ഇത് യു പ്ലേസ് ഓഫ് പാലസ്. എൻ്റെ അമ്മേ, വായിച്ചെടുക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും. ഇതെന്താ സാധനം? ബെർപോസി. ഓ, ബെർപോസി. ഓ, ഇതൊക്കെ വെള്ളത്തിൻ്റെ അടിയിലുണ്ടായിരുന്നതാ. ഓ വാവ്. ഇതൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ ഉണ്ടായ. ഓ നൈസ്. നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലേക്കൂടെ ഇമാജിൻ ചെയ്യണം നമ്മൾ ഇത് ആക്ച്വലി ഇതൊക്കെ ജീവനോടുണ്ട്, നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലാണ് എന്നൊക്കെ. സോ യു വിൽ ഫീൽ ടു ഗുഡ്. ഓ, ഇത് ഇതിൻ്റെയാ? അതെ, ദ എൻഡ് ഓഫ് ആൻ എറ. എൻഡായി. ആ, എല്ലാം ഒറിജിനൽ തന്നെയാ. ഹിബ്ബോണാണ്. ഹിബ്ബോൺ ടീറക്സിന്റെ ഹിപ്പ് ബോണാണ്. ഇവിടുത്തെ ഈ ബോണില്ലേ, തുമ്പ് തിരിഞ്ഞു നിൽക്കുക. തുമ്പുണ്ട് ഈ ബോൺ കണ്ടോ മമ്മ? ഈ ബോൺ, ആ ബോണാണ്. ഇത് റെക്സിന്റെ, അത് ടീറക്സിന്റെ ബോണാണ്. ബോണാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ എര കഴിഞ്ഞു, ഡൈനോസേഴ്സിന്റെ എര കഴിഞ്ഞു. പിന്നെ ഇനി ഉണ്ടോ എന്നറിയില്ല. യെസ്. ഓ, അപ്പൊ എന്താ സംഭവിച്ചേ? വോൾക്കനോ വന്നു, കണ്ടോ? സ്പീഷീസ് എക്സ്റ്റിങ്ക്ട്. ഓ, മില്യൺ. ഓ, കണ്ടോ? വോൾക്കാനിക് എറപ്ഷനിൽ മേജർ എക്സ്റ്റിങ്ക്ഷൻ. ദ ക്രെറ്റേഷ്യസ് Paleogene, KPG extinction event. What happened? KPG event, like other mass extinction, was complex and probably included multiple causes. Evidence of one possible cause, an enormous impact crater about 180 km wide, was discovered in the 1980s beneath sediments in the Yucatan Peninsula of Mexico. Ah, yes. No. 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 Large marine reptiles ചത്തു, non-avian dinosaurs ചത്തു. ഇതൊക്കെ ചത്തുപോയി, എക്സ്റ്റിങ്ക്റ്റ് ആയി വോൾക്കനോ വന്നിട്ട്. കണ്ടോ? ടെറിഡാക്ടൈൽ. അത് ടെറോസോറസ് ആണ്. ഇതൊക്കെ ഉണ്ടായി. അപ്പോൾ ഓ, അതൊക്കെ എന്നിട്ട് ഉണ്ടായി. Did not perish during the impact, were still severely affected. ഉണ്ടായിന്നല്ല, അത് രക്ഷപ്പെട്ടു. ഓക്കെ. ഓ, നൈസടാ, നൈസ് നൈസ്. ഓപ്ഷൻസ് ഇതിനകത്ത് നിന്നിട്ട് വെയിറ്റ് നോക്കിയിട്ട് ഏത്. ഓ, അലിഗേറ്റർ, സ്നാപ്പിംഗ് ടേർട്ടിൽ. മമ്മിയും കിച്ചുൻ രണ്ടാളും കൂടിയിട്ടുള്ള വെയിറ്റ് ആയി കഴിഞ്ഞാൽ റെഡ് റിവർ ഹോഗ്. ആ, ആൻറ്റിയുടെ കൂടി വെയിറ്റ് ആയി കഴിഞ്ഞാൽ ഓസ്ട്രിച്ച്. അയ്യോ, തുങ്കു പപ്പയുടെ കൂടി വെയിറ്റ് വന്നു കഴിഞ്ഞാൽ പുലി വരണം. ബംഗാൾ ടൈഗർ, പുലി വന്നപ്പോ ഇനി തുങ്കും കൂടെ വന്നേ. ഒരു മാറ്റമില്ല. തുങ്കു വന്നപ്പോ അവർ അറിഞ്ഞ പോലും ഇല്ല തുങ്കു വന്നിട്ടുണ്ടെന്ന്. ഇല്ല, ഞാൻ മാറിയാലോ? ഫ്ലവറിന്റെ അത്രയുള്ളൂ ആന്റി പോലും. ക്രോക്കഡൈലോ? ഓ, കാപ്പിബാര. ആക്ച്വലി ഇവിടുത്തെ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. ഇനി പോവാണ്. വിശന്നിട്ട് വയ്യാതായി. ഇവിടെ വന്നിട്ട് ഒരു 2-3 മണിക്കൂറായി. പക്ഷേ എൻ്റെ കുട്ടികളെ കിട്ടിപ്പോയി. ബാ ഓടി വാ. ലെറ്റ്സ് ഗോ. ഓ, ഇവിടെ ഇനി പർച്ചേസിങ്ങിനുള്ള സാധനമായിരിക്കും. ഓ, ഇവിടെ ഷോപ്സ് ആണ്, നമുക്ക് വാങ്ങാം. പക്ഷെ നല്ല കത്തിയായിരിക്കും. നോക്കാലോ നമുക്ക് ഇതിന് എത്രയാണെന്ന്. ഓ, ഈ കുഞ്ഞു സാധനത്തിന് തന്നെ $13-14 ഉണ്ട്. എന്തായാലും നമുക്കൊന്നും വേണ്ട ഇവിടുന്ന്. നമുക്കിത് കാണാൻ വേണ്ടി മാത്രം. മ്യൂസിയമാണ് ഇതും. ഓടിവാ. ഇതാ ഞങ്ങള് പോവാണ്. കഴിഞ്ഞു. ഇവിടെ വലിയൊരു പർച്ചേസ് നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇത് കഴിഞ്ഞ് എക്സിറ്റിൽ തന്നെ ഒരു ഷോപ്പ് വെച്ചിട്ടുണ്ട്. അതായത് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തെങ്കിലും വാങ്ങിയേ പറ്റുള്ളൂ. ഒരു റിങ്ങും ഒരു എന്തോ ലൈറ്റിംഗ് സാധനവും കൂടെ വാങ്ങി. ഗാർബേജിലിട്ടു.
ഏതിലെങ്കിലും ഇട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം, ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മൾ ഈ മ്യൂസിയം കഴിഞ്ഞു. ഇനി അടുത്തത് ഫുഡ് അടി. വിശന്നിട്ട് വയ്യ. ഇനി അടുത്തത് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാ ഇവിടെ ഇങ്ങനെ വ്യൂ ആണ്. അപ്പോൾ വെറുതെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി മാത്രം, വേറെ ഒന്നുമില്ല. ഇവിടെ ഈ കുഴിച്ചൊക്കെ തോണ്ടി ഫോസിൽസൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. ഞങ്ങൾ ബിഗ്ഗസ്റ്റ് ഡൈനോസറിന്റെ അടുത്തെത്തി. ഇൻ ദ വേൾഡ്. എന്റെ അമ്മേ കണ്ടോ, കൊറേ ബിഗ് ആണ്. ടീറെക്സ് അതിന്റെ ഉള്ളിൽ കേറാൻ തോന്നുന്നു. നമുക്ക് നോക്കട്ടെ. ജനല് വരെ ഉണ്ട്. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഡൈനോസർ കണ്ടോ. അപ്പൊ എന്താണെന്ന് അവിടെ പോയി നോക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ ഒരു സ്റ്റാച്യു ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കളിക്കാനൊക്കെ പാർക്കൊക്കെ ഉണ്ട്. വേറെ ഒന്നുമില്ല. പിന്നെ അതിന്റെ മേലെ കയറി പോവാം. പോയിട്ട് അവിടുന്ന് വ്യൂ കാണാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എല്ലാവരും നല്ല ടയേർഡായോ? കുറച്ച് കിച്ചൻ തുമ്പും ടയേർഡായോ? അവര് ഡൈനോസർ അതെ. അപ്പൊ നമ്മള് ഡ്രൈവ് തുടങ്ങി തിരിച്ച് എത്രയാ ഇപ്പം 1 hour 17 minutes ആണ് വീട്ടിലേക്ക് കാണിക്കുന്നത്. ഇനി വീട്ടിലെത്തി പതുക്കെ ബാക്കിയൊക്കെ. അപ്പം എപ്പിസോഡൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി എപ്പോഴെങ്കിലും ആരെങ്കിലും കാൽഗറി വരികയാണെങ്കിൽ, കാൽഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെയാണ് ഡ്രം ഹെല്ലറിൽ കാണാനുള്ളത്. ഡൈനോസേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക്, അതിനെപ്പറ്റി അറിയേണ്ടവർക്ക് വന്ന് കാണേണ്ട സ്ഥലമാണ്. അത്രയും അതെ, കുട്ടികളെക്കാട്ടും കൂടുതൽ വലിയ ആൾക്കാരാണ് എൻജോയ് ചെയ്യുക. കാരണം അതിനെപ്പറ്റി കുറെ പഠിക്കാനാണുള്ളത്. പിന്നെ ആ ഒരു ഇമാജിനേഷൻ, ഇവരും പണ്ട് ഉണ്ടായിരുന്നു, എന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഉള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് കുട്ടിക്ക് അത്ര ഉണ്ടായിരുന്നില്ല. ഞാൻ അവർക്ക് 10 വയസ്സിന് മുകളിലാണെങ്കിൽ അതെ, അതെ. പക്ഷെ ഇവർക്ക് ഡൈനോസേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അത് പഠിക്കേണ്ട ഒരു ഫോസിൽസ് ഉള്ള അതിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടായിരിക്കണം. അപ്പോൾ അത് കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ അല്ലാതെ വരണമെങ്കിൽ ഭയങ്കര വേർത്താണ്. ഞാൻ കുറേ എൻജോയ് ചെയ്തു, കുറേ എക്സൈറ്റഡ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു റിയൽ ആയിട്ട് ഡൈനോസറിൻ്റെ ബോൺസും ഫോസിൽസും ഒക്കെ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രം ഹെല്ലറൊക്കെ വന്നിട്ട് കാണൂ, എൻജോയ് ചെയ്യൂ. നല്ല വെതറാണ് ഇപ്പോൾ. നമുക്കിപ്പോൾ 19 degrees Celsius ആണ് കാനഡയിൽ. അപ്പൊ നമുക്ക് അതെ, വാവ് വെതറാണ്. അത് ഭയങ്കര ചൂടുമല്ല, നല്ലൊരു തണുപ്പും ഉണ്ട്. ഈ വെയിലുള്ള കാരണം അത്ര, നമ്മൾ നാട്ടിലൊക്കെ 19 degree എന്ന് പറയുമ്പോൾ നല്ല തണുപ്പാണ്. പക്ഷെ അത്ര ഫീൽ ചെയ്യില്ലെന്ന്, കാരണം നല്ല വെയിലുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. എന്ത്? ലൈക്കും സബ്സ്ക്രൈബ്. അപ്പൊ മറക്കരുത്, തുങ്കു പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാന്ന്. ഓക്കെ, അപ്പൊ ബൈ, സബ്സ്ക്രൈബ്. യെസ്, ബൈ. ഒന്നുകൂടെ പറയണേ തുങ്കു. അപ്പൊ ബൈ.